സോപാനത്തിന് മുന്നിലും അതുപോലെ വലിയ നടപ്പന്തലിലും എല്ലായിടത്തു നിന്നുമുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ ക്യാമറ ടീമും അവിടെ തയ്യാറായി നിൽക്കുകയാണ്. ഒപ്പം മകരവിളക്ക് സമയത്ത് 5 മണിക്ക് നട തുറക്കുന്നത് മുതൽ നമുക്ക് അവിടെയുള്ള ചടങ്ങുകൾ അതെല്ലാം തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേദാഗ്നി അരുൺ സുബ്രഹ്മണ്യം സൂര്യഗായത്രി നമുക്കൊപ്പം ഉണ്ട്. സ്വാഗതം ശ്രീ അരുൺ സുബ്രഹ്മണ്യം. നമസ്തേ. എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടർമാർ ഓരോ സ്ഥലത്തെയും ഒരുക്കങ്ങൾ എങ്ങനെയാണെന്ന് വിവരിക്കുന്നത് അങ്ങ് കണ്ടു കാണുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഒരു പ്രതീകാത്മകമായ പൊന്നമ്പലമേടിന് മുന്നിൽ നിന്നാണ് ഞാൻ അങ്ങയോട് സംസാരിക്കുന്നത്. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നത്, ഒപ്പം മകരനക്ഷത്രം തെളിയുന്ന ആ വേള, അതിനായുള്ളൊരു കാത്തിരിപ്പിലല്ലേ ഭക്തരെല്ലാം? അതെ, എല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പിലാണ്. അത് ആ പുണ്യ ദർശനം കാത്ത് നിരവധി ഭക്തജനങ്ങൾ ടി വിയുടെ മുമ്പിലും അല്ലാതെയും എല്ലാം തന്നെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ശബരിമലയിൽ മാത്രമല്ല ലോകമൊട്ടാകെ തന്നെ ഈ മകരവിളക്ക് കാണുവാനായിട്ട്, മകരവിളക്ക് കാത്തുകൊണ്ട് ഒരുപാട് ഭക്തജനങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കോടിക്കണക്കിന് ജനങ്ങളാണ് ഇത് കാണുവാനായിട്ട് നിൽക്കുന്നത്. ക്ഷമയോടുകൂടി അവരെല്ലാം കാത്തു നിൽക്കുന്നത് അയ്യപ്പൻ്റെ ആ പരിപാവനമായിട്ടുള്ള മകരവിളക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ ശാസ്താവിൻ്റെ വിഗ്രഹത്തിൽ പന്തളത്തെ അയ്യപ്പൻ വിലയം പ്രാപിച്ച ദിവസമാണ് ഈ മകര സംക്രമം എന്ന് പറയുന്നത്. ആ അയ്യപ്പൻ ശാസ്താവിൻ്റെ പരശുരാമനാൽ പ്രതിഷ്ഠിതമായിട്ടുള്ള ശാസ്താവിൻ്റെ വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ച ആ സമയത്ത് നടന്ന കർപ്പൂരാരതിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ മകരവിളക്ക് ഇവിടെ തെളിയുന്നത്. ആ സമയത്ത് ഉത്തരായനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മകര ജ്യോതി നക്ഷത്രവും നമുക്ക് ആകാശത്ത് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ജ്യോതിഷപരമായിട്ടും ആധ്യാത്മികപരമായിട്ടും എല്ലാം തന്നെ വളരെയധികം വിശേഷപ്പെട്ട ഒരു ദിവസമാണ് യഥാർത്ഥത്തിൽ മകരവിളക്ക് എന്ന് പറയുന്നത്. ജ്യോതിഷത്തിൽ 2 അയനങ്ങളാണുള്ളത്, ഉത്തരായനവും ദക്ഷിണായനവും. അതിലെ ഉത്തരായനത്തിലെ ഭഗവാന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മളുടെ മനുഷ്യരുടെ ഒരു വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. അതിൽ ഉത്തരായനം മുതലുള്ള 6 മാസങ്ങളാണ് ഭഗവാന്റെ പകൽ എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ മകരം എന്ന് പറയുന്നത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം, ഭഗവാന്മാരെ സംബന്ധിച്ചിടത്തോളം അത് വെളുപ്പിനെയുള്ള സമയമാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ആ ഉത്തരായനത്തിൻ്റെ ആരംഭം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ മകര വിളക്കിന്റെ അല്ലെങ്കിൽ മകര സംക്രമത്തോടനുബന്ധിച്ചാണ് നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതിനായി നമുക്ക് കാത്തിരിക്കാം. നമുക്കൊപ്പം വേദാഗ്നി അരുൺ സുബ്രഹ്മണ്യം സൂര്യഗായത്രിയും ഉണ്ടാകും. തത്സമയം അവിടേക്ക് ശബരിമലയിലേക്ക്, സന്നിധാനത്തേക്ക്, വ്യൂ പോയിന്റുകളിലേക്ക് എത്തി തത്സമയം അവിടെ ഉണ്ടാകാൻ, അവിടെ എത്തിച്ചേരാൻ കഴിയാത്ത ലോകമെമ്പാടുമുള്ള ഭക്തർക്കായി നമ്മൾ എല്ലാ കാഴ്ചകളും പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിച്ചുകൊണ്ടേയിരിക്കും. റിപ്പോർട്ടറിലൂടെ തത്സമയ കവറേജ് ഉണ്ടാകും. പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് ആവർത്തിച്ച് പറഞ്ഞത്.